വിശുദ്ധ ജോൺ ബോസ്കോ കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഉന്നമനത്തിനും വിശുദ്ധ ജീവിതത്തിനും വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ ബോസ്കോ. അതിനായി യുവാക്കൾക്കും യുവതികൾക്കുമായി സഭകൾ ആരംഭിക്കുകയും ഇന്നും ലോകത്തിൽ അനേകം യുവജനങ്ങളെ ആകർഷിക്കുന്ന ഡോൺ ബോസ്കോ സഭ അല്ലെങ്കിൽ സലേഷ്യൻ സഭ എന്ന പേരിൽ അത് അറിയപ്പെടുകയും ചെയ്യുന്നു. ഇറ്റലിയിലെ ടൂറിനിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിതാവ് ഫ്രാൻസിസ് അവൻ്റെ 2-ാം വയസ്സിൽ മരണപ്പെട്ടു. അമ്മ മർഗരീത്ത മകനെ ദൈവഭയത്തിലും വിവേകത്തിലും വളർത്തിക്കൊണ്ടുവന്നു. ആ അമ്മയെ 2006 ദിവംഗതയായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ദൈവദാസിയായി പ്രഖ്യാപിച്ചു. ചില സർക്കസ് വിധികൾ സ്വായത്തമാക്കിയ ബാലനായ ജോൺ അതിലൂടെ തൻ്റെ സതീർത്ഥ്യരെ ആകർഷിക്കുകയും അവരെ കൂട്ടിച്ചേർത്ത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ടാക്കുകയും ചെയ്തു. പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ ഒട്ടും അനുയോജ്യമല്ലായിരുന്നു. തയ്യൽ ജോലി, ബേക്കറി ജോലി, ഷൂ പോളിഷിംഗ്, മരപ്പണി എന്നിവ ചെയ്തുകൊണ്ട് പഠനത്തിനാവശ്യമായ പണം അദ്ദേഹം സ്വരൂപിച്ചു. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയിൽ ആകൃഷ്ടനായ വികാരി ഫാദർ ജോസഫ് കഫാസോ അവനെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരുന്നു. 1841 അദ്ദേഹം ഒരു വൈദികനായി തിരുപ്പട്ടം സ്വീകരിച്ചു. തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്കായി ഒരു ബാലഭവനം ആരംഭിച്ചു കൊണ്ടാണ് തൻ്റെ വൈദിക ജീവിതം അദ്ദേഹം ആരംഭിച്ചത്. സ്ട്രീറ്റ് ചിൽഡ്രൻ പ്രവർത്തനങ്ങൾ ഇന്നും സലേഷ്യൻ സഭാംഗങ്ങളുടെ കുത്തുകയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തെരുവ് വീഥികളിലും ചന്തസ്ഥലങ്ങളിലും കളവും അടിപിടിയുമായി നടക്കുന്ന യുവജനങ്ങളിലേക്കായി. അതിൻ്റെ ഭാഗമായിട്ടാണ് സലേഷ്യൻ ഒറട്ടറികൾ രൂപം കൊള്ളുന്നത്. മിസ്റ്റർ അലോഷ്യസിൻ്റെ സഖ്യം എന്ന ഒരു ആത്മീയ സംഘടനയും അതിൻ്റെ ഭാഗമായിരുന്നു. വെറും 6 പേരിൽ നിന്നും അദ്ദേഹം ആരംഭിച്ച ഒറട്ടറി വളരെ പെട്ടെന്ന് വളർന്ന് വികസിച്ച് അതിൻ്റെ ശാഖകൾ പട്ടണത്തിൻ്റെ പല ഭാഗത്തും രൂപം കൊണ്ടു. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാന പ്രസംഗങ്ങൾ നടത്തുക എന്നത് അദ്ദേഹത്തിന് ഏറെ ഹരമായിരുന്നു. യുവജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുന്ന ചില ചെറുപുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എപ്പോഴും പ്രസന്നവദനനും പുഞ്ചിരിയും തമാശകളുമായി അദ്ദേഹം എല്ലാവരോടും ഇടപെട്ടു. വർഷത്തിൽ 15 ദിവസം കൂലിയോടൊപ്പം തൊഴിലാളികൾക്ക് ഒഴിവ് നൽകണമെന്ന അദ്ദേഹത്തിൻ്റെ ആശയം സർക്കാർ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു. സമകാലികനും മാർക്സിയൻ വിപ്ലവത്തിൻ്റെ വിജ്ഞാതവുമായ കാർൽ മാർക്സിൻ്റെ ഒറ്റ ചങ്ങാതിയായിരുന്നു ജോൺ ബോസ്കോ. യുവജന ഉന്നമന പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് 1849 സലേഷ്യൻ സഭ സ്ഥാപിതമാകുന്നത്. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിൽ പെൺകുട്ടികൾക്കായി ഒരു സഭയ്ക്കും അദ്ദേഹം രൂപം കൊടുത്തു. ഇന്നത് സലേഷ്യൻ സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1886 അദ്ദേഹത്തിൻ്റെ തളർവാദ രോഗം കീഴടക്കുകയും സംഭവബഹുലമായ ആ ജീവിതം 1887 തൻ്റെ 72-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് പറന്നു പോവുകയും ചെയ്തു. 1934 പയസ് 11 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധൻ. അദ്ദേഹം സ്വപ്നങ്ങളുടെ യുവജന മുന്നേറ്റം അദ്ദേഹം സ്ഥാപിച്ച സലേഷ്യൻ സഭാംഗങ്ങളുടെ ഇന്നും ലോകമെങ്ങും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു.